ഏക്ക് എത്രാന്ന് വെച്ചാ തുള്ളിക്കോടാ. പെനാൾഡോ വന്നല്ലോ. എടാ നമ്മുടെ അണ്ണനും അടിച്ചടാ ഉസ്കിസ്കിസ്ഥാനെതിരെ 2 ഗോള്. അണ്ണൻ 2 ഗോളല്ലേ അടിച്ചത്. നമ്മളെ അണ്ണ 5 എണ്ണം അടിച്ചു. 5 എണ്ണം. അതൊക്കെ അങ്ങേര് വലിയ അടിച്ചോളൂ. അങ്ങേരല്ലേ ഗോട്ട്. ഗോട്ടല്ല ഒട്ടകം. നമ്മളെ മെസ്സി എണ്ണം തന്നെയാണ് ഗോട്ട്. അതൊരു മാറ്റവും ഇല്ല. എടാ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ആക്ക്. എടാ പ്ലേ ബട്ടൺ ആർക്കടാ ഉള്ള. എടാ സിക്സ് പാക്ക് ബോഡി ആർക്കടാ ഉള്ള. പിന്നെ വേൾഡ് കപ്പ് എന്ത് സൂമ്പ് കളിക്കാൻ പോയ. അത് മെസ്സി ഫിഫ ബോയ് ആയതുകൊണ്ട് ഫിഫക്കാര് മെസ്സിക്ക് കൊടുത്തേല്ലേ. ഇനി അങ്ങനെ ഇരുന്ന് മോങ്ക്. മെസ്സിക്ക് ചുമ്മാ എടുക്കാൻ ഇത് മെസ്സിന്റെ കുഞ്ഞമ്മേന്റെ കല്യാണം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് എംബാപ്പ ജയിക്കേണ്ട കളിയാ. ആയിരുന്നു എംബാപ്പ. എംബാപ്പയല്ലടാ കൊച്ചുവാപ്പ. നിന്നൊക്കെ കാണണമെന്ന് അയാളെ മൊത്തം കളിയാക്കുന്നു എല്ലാരും കൂടെ. അതാ ഫാൻസിനെ പറഞ്ഞിട്ടുള്ള കളിയൊന്നും വേണ്ട. നമ്മളെ പയ്യന്മാർക്ക് സ്പെഷ്യൽ ക്ലാസ് ആയിപ്പോ. അല്ലെങ്കിൽ നസുക്കി കളഞ്ഞേനെ മതി. അന്നേരം റൊണാൾഡോന് ചായ അടിക്കുന്ന സമയമല്ലേ. ചായ പെനാൽറ്റി. നിങ്ങളുടെ അണ്ണനും ലാസ്റ്റ് കൊണ്ട് പെനാൽറ്റി ഉണ്ടാക്കിയിട്ടല്ലേ വേൾഡ് കപ്പ് ജയിച്ചത്. അത് ഈ മാച്ച് ഡ്രോ ആയോണ്ടില്ല. എന്റെ അണ്ണനെ പോലെ ഉരുണ്ട് കളിച്ചോണ്ടല്ല. എന്താണ് ഇവിടെ പ്രശ്നം? സാർ ഏത് ടീം? ഞാൻ ബ്രസീല്. നിങ്ങളെ 5 സ്റ്റാർ ഒരുങ്ങിയോ? വിത്ത് 7 എന്നാ മോനെ പോർച്ചുഗലിലെ 3 പേരുടെ പേരൊന്ന് പറഞ്ഞാണ്. ഒരാളുടെ ഒറ്റയ്ക്ക് തന്നെ ധാരാളം. അയാൾക്ക് ടീമിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ ബാക്കിയുള്ള ഒരു മണ്ഡപത്ത് PP ഊതാൻ വന്നേ. അതൊന്ന് പോരാ എനിക്ക്. മോൻ അർജന്റീനയിലെ 3 പേരുടെ പേര് പറ. ലിയോണൽ മെസ്സി. പിന്നെ മെസ്സി. പിന്നെ ഏഞ്ചല്. ആൻമറിയ കലിപ്പിലാണ്. ABCD യമണ്ട പ്രേമ. ഒന്ന് പോണേ ഇറക്കെ. എടാ ഒരു ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. അതുപോലെ മറ്റേ ടീമിനെ നിങ്ങൾ കളിയാക്കുന്ന എന്തിനാ? അവരുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ കളിക്കുന്ന. നിങ്ങളെപ്പോലത്തെ ആള് ഈ ലോകത്തുണ്ടെന്ന് പോലെ കടന്നുകൂടാ. പിന്നെ എന്തിനാണ് നിങ്ങൾ അവന് വേണ്ടി അടികൂടി സമയം കളയാൻ? ഒരു ജാതി, ഒരു മതം, ഒരു ടീമും മനുഷ്യന് എല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം. സോറിയടാ റൊണാൾഡോനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞു. സോറിയടാ. ഈ ഐക്യമാണ് നമുക്ക് വേണ്ടത്.